മറ്റ് നേതാക്കന്മാർ വലിയ പുച്ഛത്തോടും പരിഹാസത്തോടും കൂടിയാണ് ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒന്നും പ്രതികരിക്കാത്ത ഒരാൾ യഥാർത്ഥത്തിൽ വി ഡി സതീശൻ മാത്രമാണ്. കാരണം വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇതിനോടൊന്നും തന്നെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഒന്ന് UDF യോഗം നടക്കുകയാണ്. അടൂർ പ്രകാശ് പറഞ്ഞേക്കുന്ന ഒരു വാചകമാണ് ഏറ്റവും രസകരമായി തോന്നിയത്. അദ്ദേഹം പറയുന്നത് ഒരു സർവേ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞ് തലവെട്ടിക്കളയാനൊന്നും പറ്റില്ലല്ലോ എന്നാണ്. എന്ന് പറഞ്ഞാൽ രണ്ടടിയെങ്കിലും കൊടുക്കേണ്ടതാണെന്നാണോ ഈ പറയുന്ന അടൂർ പ്രകാശ് ഉദ്ദേശിച്ചെന്നറിയില്ല. തലയൊന്നും വെട്ടിക്കളയാൻ പറ്റില്ലല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി ഷാർപ്പായ പ്രതികരണം നടത്തിയിട്ടുള്ളത് കെ മുരളീധരനാണ്. കെ മുരളീധരൻ പറഞ്ഞേക്കുന്നത് തരൂർ ഏത് പാർട്ടിയിലാണെന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്നാണ് ഒന്ന്. രണ്ടാമത്തേത് പറഞ്ഞേക്കുന്നത് തരൂർ വിശ്വപൗരനാണ്, അപ്പം വിശ്വത്തിൻ്റെ കാര്യം അദ്ദേഹം നോക്കട്ടെ, നമുക്ക് കേരളത്തിലൊക്കെ ഉള്ള ആളുകളെ നോക്കിയാൽ മതി എന്നുള്ളതാണ്. പിന്നെ കേരളത്തിലുള്ള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വിറക് വെട്ടുകയും വെള്ളം കോരുകയൊക്കെ ചെയ്തിട്ടുള്ള നിരവധി ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കെ മുരളീധരൻ്റെ പേരിലും 6% ആളുകൾ മുഖ്യമന്ത്രിയായി കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഈ സർവേയിൽ.